സോഷ്യൽ ജസ്റ്റിസ്. പുതിയ ചിന്തകൾ, പുതിയ സമൂഹം. നമസ്കാരം. സോഷ്യൽ ജസ്റ്റിസ് ചാനലിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിലെ ആകെ 140 മണ്ഡലങ്ങളിൽ 125 മണ്ഡലങ്ങളിലും കൃത്യമായ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ 15 മണ്ഡലങ്ങളിൽ ജാതി, മത, സാമുദായിക, പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടാണ് പലതും തീരുമാനിക്കപ്പെടുന്നത്. ഇവിടെ ജയിക്കുന്നത് രാഷ്ട്രീയമല്ല, മറിച്ച് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവമായിരിക്കും, സാമുദായിക പരിഗണനകളായിരിക്കും. അങ്ങനെയുള്ള നിരവധി സമവാക്യങ്ങളുണ്ട്. കേരളത്തിൻ്റെ ഭരണം പിടിക്കാൻ ചുരുങ്ങിയത് 71 സീറ്റെങ്കിലും വേണമെന്ന നിലക്ക് ഈ 15 സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. ആ 71ലേക്ക് എത്തണമെങ്കിൽ കേരളത്തിലെ സ്വിംഗ് മണ്ഡലങ്ങളായ ഈ 15 മണ്ഡലങ്ങളിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കണം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ പോകുന്ന മഞ്ചേശ്വരം മുതൽ വട്ടിയൂർക്കാവ് വരെയുള്ള ഈ 15 മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഈ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള മൈക്രോ അനാലിസിസുമായി ചാനലിൻ്റെ CEO കൂടിയായിട്ടുള്ള ഉമർ മോഴിക്കൽ നമ്മോടൊപ്പമുണ്ട്. താങ്കൾക്ക് സ്വാഗതം. മിസ്റ്റർ മോഴിക്കൽ, നമുക്ക് മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങാം. മഞ്ചേശ്വരം ഇപ്രാവശ്യം BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ പിടിച്ചെടുക്കുമോ അതോ IUML നിലനിർത്തുമോ? എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? നന്ദി മിസ്റ്റർ MK. ഈ പരിമിതമായ സമയത്തിനകത്ത് നമ്മൾ ഈ 15 മണ്ഡലങ്ങളെ ഇഴപിരിച്ച് പരിശോധിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ ഒരു തലയാണ്, അതുകൊണ്ട് മാത്രമല്ല. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രവചനാതീതമായ ഹോട്ട് സീറ്റുകളിൽ ഒന്നാണ് മഞ്ചേശ്വരം. അതൊരു രാഷ്ട്രീയ പരീക്ഷണശാല കൂടിയാണ്. പല ഭാഷകളും സംസാരിക്കുന്ന ജനങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഈ മണ്ണിൽ വോട്ടർമാരുടെ മനസ്സ് വായിക്കുക എന്നത് ഏതൊരു സർവേ ഏജൻസിക്കും വലിയ വെല്ലുവിളിയാണ്. മഞ്ചേശ്വരത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൗതുകകരമായ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. 2016 വെറും 89 വോട്ടുകൾക്കാണ് BJP ഇവിടെ പരാജയപ്പെട്ടത്. 89 വോട്ടുകൾ മാത്രം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFും NDAയും തമ്മിലുള്ള വ്യത്യാസം വെറും 745 വോട്ടുകളാണ്. ഏറ്റവും അവസാനത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 745 വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. മഞ്ചേശ്വരത്ത് BJP വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ തവണ നേരിയ വോട്ട് വ്യത്യാസം ഇത്തവണ മറികടക്കാൻ അവർ കിടഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. അതേസമയം കോട്ട കാക്കാൻ UDF എല്ലാ തന്ത്രങ്ങളും പയറ്റുന്നുണ്ട്. കേരളത്തിൽ BJPക്ക് ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. കഴിഞ്ഞ 10 വർഷമായി BJP തങ്ങളുടെ വോട്ട് ഷെയർ 30% മുകളിൽ സ്ഥിരമായി നിലനിർത്തുന്ന അപൂർവം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. UDFും NDAയും തമ്മിലാണ് പ്രധാന പോരാട്ടമെങ്കിലും LDFിൻ്റെ വോട്ട് വിഹിതം ജയപരാജയങ്ങൾ നിശ്ചയിക്കാറുണ്ട്. ക്രോസ് വോട്ടിംഗ് ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം. ക്രോസ് വോട്ടിംഗ് എന്നുള്ളതിന് ഉദ്ദേശിക്കുന്നത് BJPയെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷ വോട്ടുകൾ UDFന് മറിച്ചു കൊടുക്കാറുണ്ടെന്ന ആരോപണമാണത്. ഇവിടുത്തെ സ്വിംഗ് ഫാക്ടർ വളരെ വ്യത്യസ്തമാണ്. ഭാഷാടിസ്ഥാനത്തിലുള്ള വോട്ടുകൾക്ക് അപ്പുറം കർണാടക രാഷ്ട്രീയത്തിലെ ചലനങ്ങൾ മഞ്ചേശ്വരത്തെ സ്വാധീനിക്കാറുണ്ട്. കഴിഞ്ഞ തവണ ചെറിയ മാർജിനിലാണ് കുറ്റ്യാടി ലീഗിന് നഷ്ടപ്പെട്ടത്. ഇത്തവണ ഈ ഭരണവിരുദ്ധ വികാരം കൂടി ചേർത്ത് വെച്ച് അവരത് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ടോ? MK, നമ്മളിപ്പോൾ മഞ്ചേശ്വരത്തെ പറ്റി പറഞ്ഞല്ലോ. മഞ്ചേശ്വരം പോലെ തന്നെ വളരെ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കുറ്റ്യാടി, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി. പക്ഷേ ഈ 2 മണ്ഡലങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. മഞ്ചേശ്വരത്ത് BJPയും UDFും മുസ്ലിം ലീഗും തമ്മിലാണ് മത്സരം. കുറ്റ്യാടിയിൽ LDFും UDFും തമ്മിലാണ് മത്സരം. മൂന്നാം കക്ഷികൾ 2 സ്ഥലത്തും അപ്രസക്തങ്ങളാണ്. ഇടതുമുന്നണിക്ക് അഭിമാന പോരാട്ടമാണ് കുറ്റ്യാടിയിൽ. എന്നാൽ പാറക്കൽ അബ്ദുള്ളയെ രംഗത്തിറക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം മുതലെടുക്കാൻ UDFും പരിശ്രമിക്കുന്നുണ്ട്. കുറ്റ്യാടിയിൽ കഴിഞ്ഞ തവണ 333 വോട്ടുകൾക്കായിരുന്നു LDF ഒരുവിധം കടന്നുകൂടിയത്. വെറും 333, നിങ്ങൾ ഓർക്കണത്. ഇത്തവണ പ്രാദേശിക ഭരണകൂടങ്ങളിലെ LDF സ്വാധീനവും ഭരണവിരുദ്ധ വികാരവും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. പ്രീ പോൾ സർവേ പ്രകാരം മുൻതൂക്കം UDFനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിമാന സീറ്റായതുകൊണ്ട് അവർ അത്ര പെട്ടെന്നൊന്നും കുറ്റ്യാടി വിട്ടുകൊടുക്കില്ല. ഇതാണ് കുറ്റ്യാടിയെ സംബന്ധിച്ച് പറയാനുള്ളത്.
അടുത്തതായി നമുക്ക് മണ്ണാർക്കാട് പരിശോധിക്കാം. മണ്ണാർക്കാട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവിടെ ഷംസുദ്ദീൻ്റെ വിജയം, തുടർച്ചയായി മൂന്നാമത്തെ വിജയം, അതെ, അത് തടയാനായിട്ട് LDFന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മണ്ണാർക്കാട് മുസ്ലിം ലീഗിൻ്റെ ഉറച്ച കോട്ടയാണെങ്കിലും LDF വോട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഓരോ തെരഞ്ഞെടുപ്പിലും. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിൽ മലപ്പുറം ജില്ലയോട് അടുത്തു നിൽക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ രാഷ്ട്രീയ സ്വഭാവം തന്നെയാണ് മണ്ണാർക്കാടിനുമുള്ളത്. അട്ടപ്പാടി പോലുള്ള വനമേഖലകളൊക്കെ ഉണ്ടെങ്കിലും മലപ്പുറത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ്. മുസ്ലിം ലീഗ് ഒരു മുഖ്യ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പലപ്പോഴും CPI ആണ് ഇവിടെ മത്സരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട്ട് പോരാട്ടം പ്രവചനാതീതമാണ്. N. ഷംസുദ്ദീൻ തന്നെയാണ് വീണ്ടും അവിടെ മത്സരിക്കുന്നത്. ഇനി നമുക്ക് പാലക്കാട് പരിശോധിക്കാം. സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു സെലിബ്രിറ്റി പിഷാരടി, അതേസമയം എതിർ സ്ഥാനാർത്ഥിയായി BJPയിലെ കരുത്തുറ്റ വനിതാ നേതാവ്. ഇവർ തമ്മിലുള്ള പോരാട്ടം എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ അത് അവിടെ തികച്ചും പ്രവചനാതീതമായിരിക്കുകയാണ് കാര്യങ്ങൾ. പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര സെലിബ്രിറ്റി കൂടിയായ പിഷാരടിക്ക് ഒരുപാട് മുൻതൂക്കമുണ്ടായിരുന്നു. എന്നാൽ BJPയുടെ ഫയർ ബ്രാൻഡ് നേതാവ് എന്നൊക്കെ പറയുന്ന ശോഭാ സുരേന്ദ്രൻ പിന്നീട് വനിതകൾക്കിടയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ മുഴുകിയപ്പോൾ കുടുംബയോഗങ്ങൾ അവരാണ് മുന്നിട്ട് നിൽക്കുന്നത്. പാലക്കാട് നഗരസഭയിലെ BJPയുടെ സ്വാധീനം ഒരുപക്ഷെ കഴിഞ്ഞ തവണ മെട്രോമാന് കിട്ടിയ അത്ര തന്നെ വോട്ടുകൾ ഇവർക്ക് കിട്ടിക്കൊള്ളൊന്നുമില്ല നഗരസഭയിൽ നിന്ന്. പക്ഷേ നഗരസഭയ്ക്ക് പുറത്തും ശോഭ ഓളം സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും അവസാനത്തെ വിവരങ്ങൾ. അതുകൊണ്ട് ഇവിടെ LDF ചിത്രത്തിൽ കാര്യമായിട്ടില്ല. ഒരു വ്യാപാര പ്രമുഖരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ടെങ്കിലും പ്രധാന മത്സരം പിഷാരടിയും ശോഭാ സുരേന്ദ്രനും തമ്മിൽ തന്നെയാണ്. ഷാഫി പറമ്പിൽ നേടിയ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ വിവാദ പുരുഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDFൻ്റെ ആത്മവിശ്വാസം. 2021 ഷാഫി പറമ്പിൽ വെറും 3859 വോട്ടിനാണ് ജയിച്ചത്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇവിടെ വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. ഇത്തവണ NDA സ്ഥാനാർത്ഥി ഒരു മാസ് എൻട്രി നടത്തിയാൽ UDF കോട്ടകാക്കൽ ബുദ്ധിമുട്ടാകും. തൃശ്ശൂരിൽ ഇപ്പം പത്മജിയാണല്ലോ സ്ഥാനാർത്ഥി, ലീഡർ കരുണാകരൻ്റെ മകൾ. അവരുടെ സ്ഥാനാർത്ഥിത്വം BJPക്ക് ഗുണകരമാവാൻ സാധ്യതയുണ്ടോ? നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. പത്മജിയുടെ BJP പ്രവേശനം തൃശ്ശൂരിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ് താങ്കൾ ചോദിച്ചത്. എല്ലാ അർത്ഥത്തിലും ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. LDFും UDFും NDAയും വിജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. അത് പറയാൻ കാരണം പല മണ്ഡലങ്ങളിലും മൂന്നാം കക്ഷി നാമമാത്രമായിട്ടാണ് മത്സരിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആരാണ് ഒന്നാം കക്ഷി, ആരാണ് രണ്ടാം കക്ഷി, ആരാണ് മൂന്നാം കക്ഷി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പത്മജിയുടെ ചുവടുമാറ്റം കോൺഗ്രസ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയാൽ ആലങ്കോട് ലീലാകൃഷ്ണന് അത് ഗുണകമാകും. LDF സ്ഥാനാർത്ഥി കവിയും സാംസ്കാരിക പ്രവർത്തനവുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണല്ലോ. ഇരിങ്ങാലക്കുടയിൽ മന്ത്രി R. ബിന്ദു ഒരുപാട് വിമർശനങ്ങളൊക്കെ താഴേക്കടയിൽ നിന്ന് നേരിടുന്നുണ്ട്. അവർക്ക് അവിടെ വീണ്ടും വിജയിച്ച് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇരിങ്ങാലക്കുടയിൽ മന്ത്രി R. ബിന്ദുവിൻ്റെ വ്യക്തിത്വം വിജയം ഉറപ്പാക്കുമോ എന്നാണ് MK ചോദിച്ചത്. ഇവിടെ പേഴ്സണാലിറ്റി ക്രെഡിബിലിറ്റി ഒരു വലിയ ഘടകം തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് മന്ത്രി ബിന്ദു വോട്ട് വയ്ക്കുന്നത്. എന്നാൽ തോമസ് ഉണ്ണിയാടൻ, അദ്ദേഹത്തിൻ്റെ പരിചയസമ്പത്ത് ബിന്ദുവിനില്ല. UDFന് ഏറ്റവും അധികം മുതൽ കൂടാവുന്ന ഒന്നാണ് തോമസ് ഉണ്ണിയാടൻ്റെ, കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ണിയാടൻ്റെ മികവ്. കളമശ്ശേരിയിലേക്ക് പോയാൽ മന്ത്രി P. രാജീവൻ്റെ വ്യക്തിപ്രഭാവം അത് ഇടതുപക്ഷത്തിന് ഗുണകരമാവുമോ? കളമശ്ശേരിയിലും താങ്കൾ പറഞ്ഞതുപോലെ രാജീവിൻ്റെ വ്യക്തിപ്രഭാവം പ്രകടമാണ്. പക്ഷേ UDFൻ്റെ സംഘടന ശക്തി അവിടെ അവഗണിക്കാൻ പറ്റില്ല. തന്നെയുമല്ല, മുമ്പ് കളമശ്ശേരിയിൽ പ്രതികരിച്ച കേരളത്തിലെ മന്ത്രിയായിരുന്ന പരേതനായ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനാണ് ലീഗിന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. വ്യവസായ മേഖലയിലെ തൊഴിലാളി വോട്ടുകളും മുസ്ലിം വോട്ടുകളും തമ്മിലുള്ള ബാലൻസിങ് ആണ് ഇവിടെ വിജയെ തീരുമാനിക്കുക. 2020 അടക്കമുള്ള ഘടകങ്ങൾ കുന്നത്ത് നാട്ടിൽ BJPക്ക് സഹായകരമാകുമോ?
കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കുന്നത്തുനാട്. 2021 LDF ജയിച്ചത് വെറും 2000 വോട്ടിനാണ്. 2020 പിടിക്കുന്ന വോട്ടുകൾ ആരെ തോൽപ്പിക്കും എന്നതാണ് ചോദ്യം. 2020യുടെ വോട്ടുകൾ ഇത്തവണയും നിർണായകമാകും. വലിയ വോട്ട് ചോർച്ചയുണ്ടായാൽ അത് ആർക്ക് ഗുണകരമാവുമെന്ന് കണ്ടറിയുക തന്നെ വേണം. 2020 BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗമായതോടെ അവരുടെ ശക്തി കേന്ദ്രങ്ങളായ കിഴക്കമ്പലം പഞ്ചായത്ത് പോലുള്ള ഏരിയകളിൽ ആ മണ്ഡലത്തിലെ അവഗണിക്കാത്ത ശക്തിയാണ് 2020. അവിടെ BJPയുടെ വോട്ടുകൾ കൂടി ചേരുമ്പോൾ 2020 സ്ഥാനാർത്ഥികൾക്ക് വിജയ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അവിടെ മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ് എന്നതാണ് പ്രത്യക്ഷത്തിൽ നാം കാണുന്നത്. വിവാദങ്ങളുടെ കളിത്തോഴനായ PC ജോർജ്, അദ്ദേഹം BJPയുടെ സഹായത്തോടു കൂടി ഇപ്രാവശ്യവും പൂഞ്ഞാറിൽ മത്സരിക്കുന്നുണ്ട്. എന്തായിരിക്കും വിധി? BJP പാളയത്തിൽ നിന്നുകൊണ്ട് PC ജോർജ് മത്സരിക്കുമ്പോൾ വിജയസാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി പറയുക? ഒരു കാലത്ത് പൂഞ്ഞാർ PC ജോർജിൻ്റെ കോട്ടയായിരുന്നു. ഇന്ന് ആ ചിത്രമൊക്കെ മാറി. പൂഞ്ഞാറിൽ 2021 LDF അട്ടിമറി വിജയം നേടി. ഈ മണ്ഡലം പ്രഡിക്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. ഈ അടുത്ത് നടത്തിയ മാതൃഭൂമി, മനോരമ, ബിഗ് TV സർവേകളിലൊക്കെ ഈ പൂഞ്ഞാർ തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു മണ്ഡലമായിട്ടാണ് നിൽക്കുന്നത്. PC ജോർജിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടുകളും BJPയുടെ വോട്ടുകളും കൂടിച്ചേരുമ്പോൾ അത്ഭുതം സൃഷ്ടിക്കുമെന്നാണ് PC ജോർജ് അവകാശപ്പെടുന്നത്. എന്നാൽ ആദ്യകാലത്ത് PC ജോർജിൻ്റെ കൂടെ ഉറച്ചു നിന്നിരുന്ന അനുയായികളിൽ ഭൂരിപക്ഷം പേരും മറുകണ്ഠം ചാടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ അവിടെ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണവും റബ്ബർ വിലയുമാണ് പ്രധാന ചർച്ചാ വിഷയം. പക്ഷേ ഇത്തവണ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ ലയനവും ഭിന്നതയും UDFന് പ്രതീക്ഷ നൽകുന്നുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തെങ്കിലാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനം LDFന് മുതൽക്കൂട്ടാണ് ഇവിടെ. കായംകുളത്ത് പ്രതിഭയും ലിജുവും ഇവർ തമ്മിലുള്ള പോരാട്ടം എങ്ങനെ പര്യവസാനിക്കും? കായംകുളത്ത് LDF സ്ഥാനാർത്ഥി പ്രതിഭ. അവർക്ക് കഴിഞ്ഞ തവണ 5000-ൽ താഴെ വോട്ടുകൾ മാത്രമായിരുന്നു ഭൂരിപക്ഷം. കായംകുളത്ത് സിറ്റിംഗ് MLA കൂടിയായ പ്രതിഭയുടെ ജനപ്രതിയും ലിജുവിൻ്റെ യുവത്വവും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് കായംകുളത്ത് നടക്കുന്നത്. അടുത്തായി നമുക്ക് ചാത്തന്നൂർ പരിശോധിക്കാം. കഴിഞ്ഞ പ്രാവശ്യം BJP നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരു മണ്ഡലമാണത്. ഇത്തവണ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു സ്ഥിതി? ചാത്തന്നൂരിൽ കഴിഞ്ഞ തവണ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ BJP വൻ മുന്നേറ്റം നടത്തിയ മണ്ഡലമാണ്. കൊല്ലം ജില്ലയിൽ BJP 2ാം സ്ഥാനത്ത് വന്ന മണ്ഡലമെന്ന പ്രത്യേകത കൂടി അതിനുണ്ട്. ചാത്തന്നൂർ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള സീറ്റാണ് ഈ വർഷവും. 2021 കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJP 2ാം സ്ഥാനത്ത് വന്ന അപൂർവ മണ്ഡലങ്ങളൊന്നാണല്ലോ ചാത്തന്നൂർ. അതുകൊണ്ടാണ് പ്രീ പോൾ സർവേകൾ അനുസരിച്ച് ചാത്തന്നൂരിൽ NDA ശക്തമായ സാന്നിധ്യമാകും. സർവേകൾ BJPക്ക് ഇവിടെ വിജയസാധ്യത വരെ പ്രവചിക്കുന്നുണ്ട്. BJPയുടെ വോട്ട് വിഹിതം കൂടുതൽ ആരെ ബാധിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. LDFൻ്റെ സിറ്റിംഗ് സീറ്റാണെങ്കിലും UDF 3ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഏറ്റവും അവസാനം ഇവിടെ കണ്ടുവരുന്നത്. ഇനി നമുക്ക് കഴക്കൂട്ടം ഒന്ന് പരിശോധിക്കാം. IT ഹബ്ബുകളുടെയും സാങ്കേതിക സ്ഥാപനങ്ങളുടെയും ഒക്കെ ആസ്ഥാനമായ കഴക്കൂട്ടം ഇപ്രാവശ്യം എന്തായിരിക്കും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്? എങ്ങനെയായിരിക്കും അവർ വിധി എഴുതാൻ പോകുന്നത്? ആ മണ്ഡലത്തിൻ്റെ വികസനമാണോ അതോ മറ്റെന്തെങ്കിലും വിഷയമായിരിക്കും? താങ്കൾ ചോദിച്ചത് IT ഹബ്ബുകളുടെയും സാങ്കേതിക സ്ഥാപനങ്ങളുടെയും കേന്ദ്രമായ കഴക്കൂട്ടത്ത് വികസന രാഷ്ട്രീയമാണോ അതോ വികസന വിഷയങ്ങളാണോ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളത്. തീർച്ചയായും അവിടെ വികസന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. കാരണം IT മേഖലയിൽ ജോലി ചെയ്യുന്ന ടെക്കികൾക്കൊന്നും കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ LDFൻ്റെയും UDFൻ്റെയും NDAയുടെ വിഴുപ്പിലക്കലിലൊന്നും താല്പര്യമില്ല. അവർ ആ മണ്ഡലത്തിന് വേണ്ടി ആര് എന്ത് ചെയ്യുമെന്ന് മാത്രമാണ് നോക്കിയിരിക്കുന്നത്. അത് പ്രൊഫഷണലുള്ളൊരു സ്വഭാവമാണ്. IT ഹബ്ബായ കഴക്കൂട്ടത്ത് കനത്ത മത്സരം നടക്കുന്നുണ്ടെങ്കിലും ആര് വിജയിക്കുമെന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് കഴക്കൂട്ടത്തെ ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണം. അതേസമയം കടകംപള്ളിയുടെ കോട്ട എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. പക്ഷേ ശബരിമലയും അനുബന്ധ വിഷയങ്ങളും BJPക്ക് ഇവിടെ വലിയ സ്പേസ് നൽകുന്നുണ്ട്.
ഇവിടെ യുവ വോട്ടർമാരുടെ എണ്ണം മറ്റു മണ്ഡലങ്ങളേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇനി നമുക്ക് വട്ടിയൂർക്കാവ് പരിശോധിക്കാം. കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് കെ മുരളീധരൻ, അതുപോലെ തന്നെ മേയർ ബ്രോ എന്ന് വിളിപ്പേരുള്ള പ്രശാന്ത്, പിന്നെ മുൻ DGP ആർ ശ്രീലേഖ. ഒരു ത്രികോണ മത്സരം പോലെ തോന്നുന്നു. എങ്ങനെയാണ്, എന്തായിരിക്കും വട്ടിയൂർക്കാവിൻ്റെ ഒരു വിധി? താങ്കൾ ചോദിച്ചത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ കരുത്തനായ കോൺഗ്രസിൻ്റെ മുരളീധരൻ പ്രശാന്തുമായി ഏറ്റുമുട്ടുന്ന, അതല്ലെങ്കിൽ മുൻ DGP ശ്രീലേഖയുമായി ഏറ്റുമുട്ടുന്ന വട്ടിയൂർക്കാവിനെ കുറിച്ചാണ്. പ്രശാന്തിൻ്റെ ജനപ്രീതി ഒരു വശത്ത്, മുരളീധരൻ്റെ രാഷ്ട്രീയ കരുത്തും മറുവശത്ത്. ഇതിനിടയിൽ ശ്രീലേഖ പിടിക്കുന്ന വോട്ടുകൾ വിജയത്തെ സ്വാധീനിക്കും. എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്ക് ഞാൻ കാണുന്നത് ശ്രീലേഖ അവിടെ മുഖ്യ റോളിൽ ഇല്ല എന്നാണ്. 3-ാം സ്ഥാനത്ത് തന്നെയാണ്. കെ പ്രശാന്തിൻ്റെ വ്യക്തിപരമായ സ്വാധീനമാണ് LDFൻ്റെ ബലം. മേയർ ബ്രോ എന്ന് സ്നേഹപൂർവ്വം പലരും വിളിക്കുന്ന പ്രശാന്ത് നഗരകേന്ദ്രീകൃതമായ ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് നഗരമേഖലകളിൽ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. UDFൻ്റെ വോട്ട് വിഹിതം തിരിച്ചു പിടിച്ചാൽ കളി മാറും. എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആ വോട്ട് വിഹിതം തിരിച്ചു പിടിച്ചാൽ തീർച്ചയായും പ്രശാന്ത് പരാജയപ്പെടും. നിയമം രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന മണ്ഡലമാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? BJPക്ക് വിജയം ഉറപ്പിക്കാമോ? നേമത്ത്, താങ്കൾ ചോദിച്ചത് നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് സ്റ്റാറ്റസ് കോ നിലനിർത്തുമോ അതല്ലെങ്കിൽ അട്ടിമറി നടത്തുമോ എന്നാണ്. രാജാവ് ഗോപാലിലൂടെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ് നേമം. 2021 തെരഞ്ഞെടുപ്പിൽ BJPയിൽ നിന്ന് LDF അത് തിരിച്ചു പിടിക്കാനുണ്ടായിരുന്നു. നേമം എന്നും BJPയുടെ പ്രസ്റ്റീജ് സീറ്റാണ്. ശിവൻകുട്ടിയുടെ കരുത്തും ശബരിനാഥൻ്റെ സാന്നിധ്യവും നേമത്തെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാക്കുകയാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസിലെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് VS ശിവകുമാർ. അദ്ദേഹത്തിന് ജയിച്ച് കയറാൻ പറ്റുമോ, അതോ സ്റ്റീഫൻ തന്നെ അവിടെ നിലനിർത്തുമോ? എന്തായിരിക്കും താങ്കളുടെ അഭിപ്രായം? CPMൻ്റെ G സ്റ്റീഫനും VS ശിവകുമാറും തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥികളാണ്. VS ശിവകുമാർ അവർ തമ്മിൽ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് അരുവിക്കര. ഈ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ സാധിക്കുമോ എന്നാണ് BJP നോക്കുന്നത്. UDFൻ്റെ ഉറച്ച സീറ്റാണെങ്കിലും കഴിഞ്ഞ തവണ വെറും 5000 വോട്ടിനാണ് കോൺഗ്രസ് ജയിച്ചത്. ഇത്തവണ LDF വിജയിക്കുന്നതിന് വേണ്ടി സർവ്വശക്തിയും പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. BJP ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നുണ്ടെങ്കിലും 3-ാം സ്ഥാനത്ത് തന്നെയാണ്. ചുരുക്കത്തിൽ നമ്മുടെ പ്രമുഖ പത്രങ്ങളായ മനോരമയും മാതൃഭൂമിയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ കേരളം ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്കാണ് നീങ്ങുന്നതെന്ന് തോന്നുന്നു, അല്ലേ? സ്ഥാനാർത്ഥിയുടെ ക്ലീൻ ഇമേജും ഭരണവിരുദ്ധ വികാരവും ഒക്കെയുള്ള ഒരു പോരാട്ടമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ആർക്കും ഒരു മുൻതൂക്കമില്ലാത്ത ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ചുരുക്കത്തിൽ ഈ 15 മണ്ഡലങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നുവോ അവരായിരിക്കും കേരളം ഭരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ നിന്ന് ചുരുങ്ങിയത് 10 നേടുന്ന ഒരു മുന്നണിക്ക് കേരളത്തിൽ ഭരണത്തിലെത്താം. ജനങ്ങൾ ആരെ സ്വീകരിക്കും, ആരെ തള്ളും, നമുക്ക് കാത്തിരുന്ന് കാണാം. വസ്തുതകളും കണക്കുകളും സത്യസന്ധമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ സോഷ്യൽ ജസ്റ്റിസ് ചാനൽ പ്രതിബദ്ധമാണ്. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.